ഹായ് മക്കളെ, 2024 റിസൾട്ട് വന്നപ്പം മെജോറിറ്റി ആളുകളും ഇപ്പോൾ സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കട്ട് ഓഫ് അടുത്ത തവണ എവിടെ എത്തി നിൽക്കും എന്നുള്ളതായിരിക്കും അല്ലേ സാറേ? ഏറ്റവും കൂടുതൽ ആളുകൾ കട്ട് ഓഫ് ആണ് ഇപ്പൊ താരം. കട്ട് ഓഫ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും മെയിൻ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം കട്ട് ഓഫ് എവിടേക്ക് എത്തും. അപ്പോൾ ഞങ്ങൾ ഇനി ഇപ്പം ഫസ്റ്റ് ആൻസിലൊക്കെ എഴുതിയൊരു സ്കോറിലെത്തി അപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിക്കുന്ന ആളുണ്ട്. റിപ്പീറ്റേഴ്സിനൊക്കെ ഉള്ള ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് എവിടെ എത്തും എന്നുള്ളതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ബേസിക്കലി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2025 നീറ്റിൻ്റെ കട്ട് ഓഫ് കൂടാനാണോ കുറയാനാണോ എന്തായിരിക്കും സാധ്യത എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് മുമ്പായിട്ട് ഈ വർഷത്തെ കട്ട് ഓഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു ഓൾ ഇന്ത്യാസ് ഒരു സ്റ്റേറ്റ് മെറിറ്റ് ജനറൽ കാറ്റഗറിക്കാരന് കിട്ടണമെങ്കിൽ 660 അല്ലെ 657 ആ ഒരു റേഞ്ചാണ് മാർക്ക് വേണ്ടത്. ഒ ബി സി അതിൽ താഴേക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാക്കി കാറ്റഗറി എല്ലാം അതിൽ താഴേക്ക് എന്ത് ചെയ്യും എത്തും എന്നുള്ളത് നമുക്കറിയാം. ഒരു കേരളത്തിൽ കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 680+ ഒക്കെ എങ്കിലും ഈ വർഷം വേണം. അപ്പോൾ അത്രയും ലെവലിലേക്ക് കട്ട് ഓഫ് മാറിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് സാറേ? ഈ കട്ട് ഓഫ് കൂടാനുള്ള പ്രധാന കാരണങ്ങൾ ഒന്നെന്ന് പറയുന്നത് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ തന്നെ. കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും. കാരണം ഓൾറെഡി തന്നെ ഫസ്റ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ തന്നെ 17 പേർക്ക് ഫുൾ മാർക്ക് ഉണ്ട്. അതന്നെ ഇതുവരെ ഇല്ലാത്തതാണ്. ഏത് ഈ നമ്മുടെ ഗ്രേസ് മാർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചോളൂ. അതൊക്കെ മാറ്റി വെച്ചാൽ തന്നെ 17 പേർക്ക് ഫുൾ മാർക്ക് ഉണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഫിസിക്സിലെ ക്വസ്റ്റ്യൻ ആണ് ബോണസ് കൊടുത്തത്. ബോണസ് എന്ന് പറഞ്ഞാൽ 2 ആൻസറും കറക്റ്റ് ആണെന്നുള്ളത് 44 പേരും കൂടെ ആഡ് ചെയ്യപ്പെട്ടു. 44 പേരും കൂടെ. അപ്പം അതല്ലാത്ത സമയത്തുള്ള ആ ഒരു മാർക്ക് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ഒരു പ്രധാന ഫാക്ടറാണ്. രണ്ടാമത്തെ പ്രധാന ഫാക്ടർ ഇതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റൂല കേട്ടോ. ഇത് ഫിസിക്സിൽ 2 ആൻസറും കറക്റ്റ് ആണ്. കാര്യം പഴയ NCERT യൂസ് ചെയ്തവർക്കും പുതിയ NCERT 44 ഉം 17 ആയി. അത്രയും 6 പേര് മാത്രമാണ് എങ്ങനെ കയറി വന്നത് ഈ പറഞ്ഞ ഗ്രേസ് മാർക്ക്. ബാക്കി വെച്ച് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ഒരു പ്രധാന ഫാക്ടർ തന്നെയാണ് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു പ്രധാന ഫാക്ടർ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുമ്പോൾ ലാസ്റ്റ് ഇയർ വെച്ച് നോക്കുമ്പോൾ ഈ ഇയറിലെ ബയോളജി വളരെ സിമ്പിൾ ആയിരുന്നു ബയോളജി പേപ്പർ. അതായത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കുറവാണ്. ബയോളജി നോർമലി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കാറുള്ളത്. അപ്പം ഈ ഫസ്റ്റ് ചാൻസുകാർ കുറച്ചും കൂടെ എന്ത് ചെയ്യുമായിരുന്നു, പെർഫോം ചെയ്യാതാകുമായിരുന്നു. അതായത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുമ്പോഴത്തേക്കും. അപ്പം റിപ്പീറ്റേഴ്സിന് കൂടുതൽ സാധ്യത വരുന്ന അപ്പോഴാണ്. അതായത് ബയോളജി അവരാണ് അരിച്ച് കലക്കി സ്റ്റേറ്റ്മെന്റ് ഒക്കെ പഠിക്കുന്നത്. പക്ഷേ സമയം കിട്ടുക. അപ്പോൾ ഇത്തവണ സ്റ്റേറ്റ്മെന്റ് കുറവായതുകൊണ്ട് തന്നെ ബയോളജി സിമ്പിൾ ആയതുകൊണ്ട് തന്നെയാണ് മെയിൻ ഫാക്ടർ ഞാൻ മനസ്സിലാക്കി ഏറ്റവും മെയിൻ ഫാക്ടർ അല്ലേ സാർ? അതല്ലേ സാർ? ഫിസിക്സും കെമിസ്ട്രിയും ലാസ്റ്റ് ഇയർ കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെയാണ്. അതിനേക്കാളും ടഫ് ആയിട്ടൊന്നോ അല്ലെങ്കിൽ ഈസി ആയിട്ടൊന്നോ നമുക്ക് പറയാൻ പറ്റില്ല. കെമിസ്ട്രി കുറച്ചും കൂടി സിമ്പിൾ ആയിരുന്നു ലാസ്റ്റ് ഇയർ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ബയോളജി വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് സ്കോർ അത്രയും കൂടിയത്. അപ്പം അതാണ് മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി എല്ലാവരുടെയും മാർക്ക് കൂടാനുള്ള കാരണം അത് തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് സാർ അല്ലേ കോമ്പറ്റീഷനും ഈ പറഞ്ഞ 2 കാര്യങ്ങളും. ഇനി ഇത് അടുത്ത വർഷം വരണമെന്നുണ്ടോ, കട്ട് ഓഫ് ഇതിൽ കൂടുമോ എന്നുള്ളതാണ് മെയിൻ ചോദ്യം എന്ന് പറഞ്ഞത്. അതിനെക്കുറിച്ച് സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? ഒരു സാധ്യതയില്ല. അടുത്ത വർഷം എക്സാം നല്ല സ്റ്റാൻഡേർഡ് എക്സാം ആവാനുള്ള സാധ്യത ഒരിക്കലും. കാരണം ഇത്രത്തോളം പഴി കേട്ട് NTA ഇതുവരെ ഇങ്ങനെ കേട്ടിട്ടില്ല. കാരണം കോർട്ടിന്റെ ഇടപെടല്, പിന്നെ കേന്ദ്ര എഡ്യൂക്കേഷൻ പിന്നെ മന്ത്രാലയത്തിന്റെ ഇടപെടൽ ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും ഇപ്പൊ NDAയിൽ നിന്ന് NMCയിലേക്ക് ഇത് മാറണം എന്നുള്ള ഒരു ആവശ്യം വരെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയത്ത് NDA ആണ് നടത്തുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു CBSE നടത്തണം എന്ന് പറയുന്നുണ്ട്. അപ്പം ബയോളജി വരെ ചിലപ്പം ഒരു സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് തന്നെ ഉയർത്തി കട്ട് ഓഫ് അവരെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫുൾ മാർക്കിന് എണ്ണം കുറയ്ക്കണം. കാര്യം ഒരുപാട് ഫുൾ മാർക്ക് വന്നു കഴിഞ്ഞാൽ എയിംസിൽ ആർക്ക് കൊടുക്കുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം വരെ NDAയുടെ മുമ്പിലേക്ക് വരും. ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞു. ആർക്കാണ് എയിംസ് 720 കിട്ടിയ എല്ലാ കുട്ടികൾക്കും എയിംസ് കിട്ടോ എന്നുള്ള ചോദ്യം വരെ ഇവിടെ ഉണ്ട്. അപ്പം ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്ത തവണ അവർ എന്ത് ചെയ്യും, അതുകൊണ്ട് തന്നെ ഉറപ്പാണ്. അതായത് കട്ട് ഓഫ് ഒരു ഈ പറഞ്ഞ പോലെ നോർമലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ള പ്രോസസ്സിലേക്ക് വരുന്ന സമയത്ത് അവർ എക്സാം എന്ത് ചെയ്യാൻ ശ്രമിക്കും, ടഫാക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പം കൂടുതൽ എന്താണ് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്കാണ് അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ചാൻസ് വരത്തക്ക രീതിയിലായിരിക്കും എന്ത് ചെയ്യുക അടുത്ത തവണ വരാൻ സാധ്യതയില്ല. ഇപ്പോഴൊക്കെ അവർ ഈ പറഞ്ഞ പോലെ സാധാരണ എല്ലാവർക്കും അത് അറ്റൻഡ് ചെയ്യത്തക്ക രീതിയിലാണ് അവർ എന്ത് ചെയ്തിട്ടുള്ള എക്സാം നടത്തിയിട്ടുള്ളത്. അപ്പോൾ കോമ്പറ്റീഷനും രണ്ടും കൂടുന്ന സമയത്ത് കട്ട് ഓഫ് ഭയങ്കരമായി കൂടി. അത് അടുത്ത തവണ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരു സ്വാഭാവികമായും ഇതായിരിക്കും എടുക്കാൻ പോകുന്ന ഡിസിഷൻ അല്ലേ സാർ? തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും. 2-3 കുട്ടികൾക്കല്ലാതെ ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ഒരു ചാൻസ് ഇനി പരമാവധി വന്നാൽ അത്ര ഉണ്ടാവാനേ സാധ്യത. അതായിരിക്കും NDA മാക്സിമം ചെയ്യാൻ പോകുന്നത്. അപ്പം അതായിരിക്കും കട്ട് ഓഫ് അത്രത്തോളം NDA ഇപ്പൊ പറഞ്ഞ കോമ്പറ്റീഷൻ കൊണ്ട് കൂടുമായിരിക്കും. എങ്കിലും ഈ പറഞ്ഞ പോലെ എക്സാം എളുപ്പമാവുന്നുള്ള ഒരു വർധനവ് എന്തായാലും അടുത്ത തവണ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഒരു
ഈ പറഞ്ഞതിനേക്കാൾ കുറവ് മാർക്കിലേക്കായിരിക്കും കട്ട് ഓഫ് അടുത്ത തവണ വരാൻ പോകുന്നതെന്നാണ് ഞങ്ങൾ എല്ലാവരും കരുതുന്നത്. അപ്പം ഈ റിപ്പീറ്റ് ചെയ്യാൻ ഇറങ്ങുന്ന ആളുകൾ അവരോടാണ് എനിക്ക്, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോടാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, മക്കളെ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യണം. കട്ട് ഓഫ് എന്താണെന്നുള്ള ആലോചിച്ചിട്ടല്ല നിങ്ങൾ ഈ പണിക്കിറങ്ങേണ്ടത് അല്ലേ സാറേ? എനിക്കത് പറയാനുള്ളത്. അതെ, 720 വാങ്ങാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്, അല്ലാതെ ഇറങ്ങേണ്ടത്. അല്ലാതെ ഞാൻ ഇത്ര മാർക്ക് കടക്കുമോ അല്ലെ ഇത്ര എത്തുമോ അല്ലെ എനിക്ക് MBBS കിട്ടിയാൽ മതി. പലരും പറഞ്ഞു, ഞാൻ പറഞ്ഞു അങ്ങനെ ആഗ്രഹിച്ച് നിങ്ങൾ ഈ പണിക്കിറങ്ങി കഴിഞ്ഞാൽ ഇത് കിട്ടൂല ഒരിക്കലും. അതായത് ഇത് ഇറങ്ങേണ്ട എന്താണ്, എനിക്ക് ഫുൾ മാർക്ക് വാങ്ങിച്ച് എയിംസ് ഡൽഹിയിൽ പോകണം എന്ന മനസ്സോടുകൂടി തന്നെ ഇറങ്ങിയാലേ ഇത് കിട്ടുകയുള്ളൂ. ബാക്കി ഔട്ട്പുട്ട് അല്ലേ സാർ, എത്ര മാർക്ക് വരും, എത്ര കട്ട് ഓഫ് ആയിരിക്കും, എക്സാം എങ്ങനെയായിരിക്കും, ഇതൊക്കെ എൻഡിൽ വരുന്ന ഒരു ഔട്ട്പുട്ട് മാത്രം, ഒരു ഫൈനൽ കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ തീരുമാനിക്കേണ്ട ഫുൾ മാർക്കിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഞാൻ എല്ലാ സിലബസും കവർ ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് മാക്സിമം എക്സാംസും എഴുതിയിട്ട് മാത്രമേ മുമ്പോട്ട് പോകുള്ളൂ എന്ന് ഉറപ്പിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടി പണിക്കിറങ്ങാൻ, അല്ലേ സാറേ? പ്ലാൻ ഫോർ ദ വേഴ്സ്റ്റ്. അതെ അതെ അതെ, അത് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ചെയ്യണം. അപ്പൊ അത് 100% എന്ത് ചെയ്യുക, എഫേർട്ട് എടുക്കാൻ തയ്യാറായിട്ട് മാത്രമേ ഈ പരിപാടിക്ക് ഇറങ്ങാവുള്ളൂ. അടുത്ത തവണ കട്ട് ഓഫ് എന്തായിരിക്കും, എക്സാം എങ്ങനെയായിരിക്കും, ഇതൊന്നും ഇപ്പൊ ആർക്കും പറയാൻ പറ്റില്ല. ഇതെല്ലാം ഞങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ നിന്നും ഇപ്പോഴത്തെ സാഹചര്യം വെച്ചുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇറങ്ങേണ്ടത് ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ട് എയിംസ് ഡൽഹിയിൽ കയറാൻ വേണ്ടിയുള്ള മനസ്സിൽ തന്നെയാണ്. പിന്നെ രണ്ട് മനസ്സ് വെച്ചിട്ട് ഒരു ഡിസിഷൻ ഒരിക്കലും എടുക്കരുത്. റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കുട്ടി ആ ഒരു ഡിസിഷൻ വെച്ചിട്ട് ഒരിക്കലും പോലും എനിക്ക് അത് വേണോ ഇത് വേണോ, ഇതിന്ന് നഷ്ടപ്പെടുമോ, എനിക്ക് ഇപ്പോൾ ഉള്ളത് മതിയോ, അത് ഇനി കൂടണോ കുറയുമോ, ഇങ്ങനെയുള്ള ഡിസിഷൻ ഒരിക്കലും ചെയ്യില്ല. ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലെന്ത് ചെയ്യല്, പുറകോട്ട് നോക്കരുത്, നേരെ സ്ട്രെയിറ്റ് ഫോർവേഡ് എനിക്ക് ഫുൾ മാർക്കോടുകൂടി എന്ത് ചെയ്യണം, ക്രാക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ തകർത്ത് മുമ്പോട്ട് പോകുക. അല്ലെ, നെഗറ്റീവ് തോട്ട് എവിടെങ്കിലും ഉണ്ടെങ്കിൽ അത് എറിഞ്ഞു കളഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടി, ഈ പരിപാടിക്ക് ഇറങ്ങാൻ വേണ്ടി. അതിലേക്കാണ് ആയിരക്കണക്കിന് കുട്ടികൾ സൈലത്തിന്റെ പുതിയ ഫിനിക്സ് ബാച്ചിലേക്ക് ഇപ്പൊ എത്തിയിട്ടുള്ള അവരോടും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള അത്രയധികം കുട്ടികൾ ഈ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി കുട്ടികളാണ് ഫിനിക്സ് ബാച്ച്. കാര്യം അത് ഫിനിക്സ് ബാച്ചിന്റെ സക്സസ് കൊണ്ടാണ്. ഒരു ബാച്ചിൽ നിന്ന് 90% ആളുകളും MBBS ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ബാച്ചാണ് ആക്ച്വലി ഫിനിക്സ് ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് റിപ്പീറ്റഡ് ബാച്ച് സൈലത്തിന് അല്ലേ സാറേ? 3ാമത്തെ വർഷമാണ് ആലോചിക്കുന്നത്. സൈലത്തിന് ഇപ്പൊ എല്ലാവരും കമ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പം സാർ ഇപ്പൊ ഞാനിവിടെ ന്യൂസ് പേപ്പർ കണ്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ ഫുൾ പേജിൽ ഞങ്ങൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ടോപ്പേഴ്സിനെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് സൈലം വന്നത് 3ാമത്തെ വർഷമാണ് അല്ലേ സാറേ? ഹൈബ്രിഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് 3ാമത്തെ വർഷമാണ് നമുക്ക്. എനിക്ക് തോന്നുന്നു ഫിനിക്സിന്റെ 2ാമത്തെ വർഷമായിരിക്കും. തീർച്ചയായിട്ടും അതെ, ഫിനിക്സിന്റെ ഫിനിക്സ് ബാച്ച് ഇല്ല. അതെ അതെ അതെ. അപ്പൊ ഫിനിക്സിന്റെ 2ാമത്തെ വർഷവും ഹൈബ്രിഡിന്റെ ഈ പറഞ്ഞ 3ാമത്തെ വർഷത്തിലാണ് സൈലം ഈ പറഞ്ഞ റിസൾട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ സൈലത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാർക്ക് ക്രൈറ്റീരിയം ഇല്ലാതെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഒരു റിസൾട്ടിലേക്ക് എന്ത് ചെയ്യുകയാണ്, എത്തിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഇന്റഗ്രേറ്ററിന്റെ ഒക്കെ ഫസ്റ്റ് ബാച്ചിൽ നിന്ന് പോലുമാണ് നമ്മൾ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം അതൊരാളെ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം റിപ്പീറ്റേഴ്സിൽ നിന്ന് തന്നെയാണ് ഈ റിസൾട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം റിപ്പീറ്റേഴ്സിനെ അത്രയധികം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു അക്കാഡമിക് സ്ട്രക്ചർ ആണ് സൈലത്തിലുള്ളത് അല്ലേ സാറേ? ഇപ്പൊ ഫിനിക്സ് ബാച്ചിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ സെപ്റ്റംബറിൽ നമ്മൾ സിലബസ് തീർക്കും. പിന്നെ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം ഒന്നും കൂടെ പഠിപ്പിക്കും. അത് ഏറ്റവും ഹയർ ലെവൽ ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക, ചെയ്ത് പഠിപ്പിക്കുക. നിങ്ങൾ ഇതുവരെ കാണാത്തതും നിങ്ങൾ മിസ്സായി പോകുന്ന വല്ല ഹയർ ലെവൽ ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിപ്പിച്ച് വീണ്ടും റിവൈസ് ചെയ്തിട്ട് മാക്സിമം എക്സാംസ്, നിങ്ങൾ ഇനി എക്സാം വേണ്ടേ എന്ന് പറയുന്നിടത്ത് വരെ നിങ്ങൾ എന്ത് ചെയ്യും, എക്സാം എഴുതിപ്പിച്ചിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ പറഞ്ഞ ഫിനിക്സ് ബാച്ച് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അതിലും സാറേ നമ്മളിപ്പോൾ ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നവർ ആലോചിക്കണം. അതായത് 550 മാർക്ക് കൂടുതൽ മേടിച്ച റിപ്പീറ്ററിനും ഫസ്റ്റ് ചാൻസിൽ 500 കൂടുതൽ മാർക്ക് മേടിച്ച എല്ലാവർക്കും സൈലത്തിൽ ഫ്രീ ആയിട്ട് പഠിക്കാം. ഫുൾ ഫ്രീ ഹോസ്റ്റലും കോഴ്സ് ഫീയും എല്ലാം ഫ്രീ ആണ്. അത് അറിയണം നിങ്ങൾ. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് സൈലത്തിൽ പഠിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഈ നമ്പറിൽ 6009100300 എന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, സൈലത്തിലേക്ക് വരാം. അല്ലെങ്കിൽ നേരിട്ട് ഞങ്ങളുടെ ക്യാമ്പസിലേക്ക് കോഴിക്കോട് ആയിക്കോട്ടെ, കോട്ടയം ആയിക്കോട്ടെ, തൃശ്ശൂർ ആയിക്കോട്ടെ, ട്രിവാൻഡ്രം ആയിക്കോട്ടെ ക്യാമ്പസിലേക്ക് വരാം. വന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് ജോയിൻ ചെയ്ത് ജൂൺ 15-ാം തീയതി തൊട്ട് 10-ാം തീയതി ഒരു ബാച്ച് തുടങ്ങുന്നു, 15-ാം തീയതി അടുത്ത ബാച്ച് തുടങ്ങുന്നു. അപ്പോൾ ഈ 2 ബാച്ചുകൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിച്ച് മുമ്പോട്ട് പോകാവുന്നതാണ് അല്ലേ സാർ? തീർച്ചയായിട്ടും ഇതൊരു അമൂല്യമായ ഒരു ചാൻസ് ആണ്. ഇതെല്ലാവരും മനസ്സിലാക്കിക്കൂടാ. 550 മാർക്കിന് മുകളിൽ കിട്ടിയ കുട്ടികൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ. അതാണ് കംപ്ലീറ്റ്ലി. ഫസ്റ്റ് ചാൻസ് ആണെങ്കിൽ 500 മേളിലാണെങ്കിൽ ഫ്രീ ആണ്. ഫസ്റ്റ് ചാൻസിലാണെങ്കിൽ 500 മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് നീറ്റിൽ നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻറ്റയർലി ഫ്രീ. അതാണ്. അപ്പോൾ ബാക്കി കോഴ്സ് ഫീൽ ഉണ്ടാവുന്ന വേരിയേഷൻ 100% കോഴ്സ് ഫീ, അടുത്ത മാർക്കിന് 525-നും 500-നും ഒക്കെ സ്കോളർഷിപ്പ് ഉണ്ട്. ആ സ്കോളർഷിപ്പ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യൂ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, മാക്സിമം സ്കോറിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. ഇനി സൈലത്തിൽ ഇപ്പം റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന +2 കഴിഞ്ഞുള്ളവർക്ക് അവരെ നിങ്ങൾ ആലോചിക്കുക. 711 വാങ്ങിച്ച ഫിദിൻ എന്ന് പറഞ്ഞാൽ ആദ്യ തവണ റിപ്പീറ്റ് ചെയ്ത ആളാണ്. +2 കഴിഞ്ഞ് ഡയറക്ട്ലി
റീസെന്റ് വന്ന ആളാണ്. എന്നിട്ട് ആൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞ 1 ഇയർ കൊണ്ട് 711 എന്ന സ്കോറിലേക്ക് എത്തി. അപ്പം അതെല്ലാം നിങ്ങൾക്ക് റിപ്പീറ്റ് ആയാലും റിപ്പീറ്റ് ആയാലും കേരളത്തിൽ 3 വർഷം കൊണ്ട് ഇത്രയും അധികം അക്കാഡമിക് സ്ട്രക്ചറിൽ ഞങ്ങൾ എഫേർട്ട് എടുക്കാൻ തയ്യാറാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ വെച്ച് ഞങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങൾ അത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട്. അല്ല, ഇത് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലായെന്നൊന്നും അറിയില്ല. ഫിനിക്സ് ബാച്ചിൽ മാത്രമല്ല കേട്ടോ, 711 മാർക്ക് കിട്ടിയ കുട്ടി ഒന്ന് ഫിനിക്സിലുണ്ട്, ഒന്ന് നോർമലിലും, 2 ബാച്ചിൽ നിന്ന് എന്തുണ്ട് 711 ടോപ്പ് സ്കോർ ഉണ്ട്. അപ്പം അതിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാകും 24/7. ഈ പറയുന്ന 1 ഇയറും അടുത്ത നമ്മൾ ഈ പറയുന്ന മെയ് 4-നുള്ള അടുത്ത നീറ്റ് വരെയും നമ്മൾ ഒരുമിച്ച് നേടും. അപ്പം ഉഷാറായിട്ട് അടിപൊളിയായിട്ട് സൈലത്തിലേക്ക് എത്തല്ലേ സാറേ? വരൂ. അതെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തകർക്കുക, നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. അടുത്ത വർഷത്തെ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.